ആൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പുറത്ത് പോവുകയാണ്. ഇന്ന് എനിക്ക് ഫാസിക്കൊരു സർപ്രൈസ്ഡായിട്ട് ഇന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ദിവസമാണ് കേട്ടോ. ഇന്നിവിടെ ഹലാജിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണോ അതോ സർപ്രൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സർപ്രൈസ് തരുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി. ഞാൻ കാണാത്ത സ്ഥലമാണ്, ഞാൻ ഇതുവരെ പോവാത്ത സ്ഥലമാണ്, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഹെയ് ജമീൽ. ഇതൊരു ആർട്ട് ഗാലറിയാണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റും. ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വരെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ആർട്ടിസ്റ്റാണ്, നമുക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ ടാലൻ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതിനെന്തൊക്കെയോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എനിക്കറിയില്ല. അത് ഇവരുടെ സൈറ്റിൽ കയറിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഓരോരോ ആൾക്കാർ ചെയ്തിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതുപോലെ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കൊരു എക്സിബിഷന് വെക്കാവുന്നതാണ്. ഇത് ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. ഈ ക്രാഫ്റ്റ് വർക്ക്സും അതുപോലെ തന്നെ ആർട്ടിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വാളിൽ ഹാങ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ്സൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് അത്രയ്ക്കൊരു ഇതില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് ആ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ആർട്ട് ഗാലറിൻ്റെ സെൻറ്ററായിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര നല്ലൊരു അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു തിയേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫിലിമും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമ്മൾ പൊതുവേ തിയേറ്ററിൽ വരുന്ന ഫിലിംസും കാര്യങ്ങളൊക്കെ അല്ല, ഇവരുടേതായിട്ടുള്ള കുറച്ച് ഫിലിംസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്കിറ്റും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. 9:30ക്കാണ് ഇവരെ സ്കിറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ ഇവിടെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ കരുതി 9:30 കറക്റ്റ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാം, അതുവരെ നമുക്ക് ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാമെന്ന് എത്തി. അങ്ങനെ നമ്മൾ മുകളിലേക്കൊന്ന് ജസ്റ്റ് കയറി നോക്കി. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഇവരെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇവരുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. ആ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർ വാൾസ് ആണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാൾസിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നല്ല രീതിക്ക് തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ചില എക്സിബിഷൻ റൂംസും കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അതെന്താണെന്ന് മനസ്സിലായില്ല, ഇനി എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഇവരുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. 2030 ആകുമ്പോഴാണ് ഇവിടെ ഈ ഒരു പ്രൊജക്റ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുക. ഇപ്പോഴും ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ പ്രോഗ്രസിങ്ങിലാണ്. പിന്നെ ഇവിടെ ഓരോരോ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് സെയിൽ ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ബാഗ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊരു എക്സ്പെൻസീവാണ്.
ഇവിടെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ല അടിപൊളി ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ചൊരു എക്സ്പെൻസീവാണ്. അങ്ങനെ ടൈം ഓൾമോസ്റ്റ് 9:30 ആയി. ഇവിടെ സ്കിറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇവിടെ വൻ കോമഡി ആയിരുന്നു. കാരണം എനിക്ക് അറബി അറിയില്ല. ഇവരെന്താ പറയുന്നത്, ഇവരെന്താ ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവരെന്തൊക്കെയാണ് പറയുന്നത്, കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരിങ്ങനെ അത് കേട്ടിട്ട് ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നും മനസ്സിലാവാത്ത ഞാൻ എന്ത് കണ്ടിട്ടാണ് ചിരിക്കുക. എനിക്ക് പിന്നെ ചിരി വരുന്നത് ഫാസിക്ക് എനിക്ക് തന്നൊരു സർപ്രൈസ് എന്നാലോചിച്ചിട്ടുള്ളൊരു ചിരിയായിരുന്നു ഞാൻ ചിരിച്ചിരുന്നത്. പിന്നെ എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ചിരിക്കാതെ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇരിക്കണത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കും. എനിക്കൊന്നും മനസ്സിലായിട്ടല്ല ഞാൻ ചിരിക്കണത്, മനസ്സിലാവാത്തതുകൊണ്ടുള്ള ചിരിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു കോമഡി ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഈ സ്കിറ്റ് കാണുമ്പോൾ ഞാൻ ഫാസിക്കാനങ്ങനെ നോക്കും, നിങ്ങൾ തന്നൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫാസിക്കറിയാം എനിക്ക് വൈബില്ല, ഈ തീരെ വൈബില്ലാത്ത ആളാണ്, ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടേ അങ്ങനെ ഇങ്ങനെയൊക്കെ. നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അതായത് ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും, അവർ പറയുന്ന കോമഡീസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊന്നും അറിയാതെ ഇങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ പറയണു, എന്തൊക്കെയോ ചെയ്യണു. ഒരു ഹോസ്പിറ്റലിൽ നടക്കണ ഒരു സംഭവമാണ് ഇവർ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മളൊരു മണിക്കൂറൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് വേഗം പോകുന്നു കേട്ടോ. കാരണം ഒന്നും മനസ്സിലാവാതെ അവിടെ ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ആംബിയൻസ് കിട്ടണ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പക്ഷേ ആ കോഫി ഷോപ്പ് നല്ല റഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല.